ഏഴിൻ്റെ പണിയുമായ ആര്യന് ബിഗ് ബോസിൻ്റെ ടാസ്ക്. ആര്യന് ഡാൻസ് മാരത്തോണിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടി വിജയിച്ചതിനാൽ ബിഗ് ബോസിൻ്റെ വക ഒരു ഗിഫ്റ്റ്, അതും അടിപൊളി ഒരു ഗിഫ്റ്റ്, ഒരു മൊബൈൽ ഫോണ്. ആ മൊബൈൽ ഫോണിൽ ബിഗ് ബോസിന് ഇഷ്ടമുള്ളവൻ വിളിക്കും. അന്നേരം ആരും കാണാതെ ആ ഫോണ് ആര്യൻ ആൻസർ ചെയ്യണം. ആര്യന് ബിഗ് ബോസ് ഫുഡ് കൊടുക്കും. ആ ഫുഡ് ഇരിക്കുന്നിടത്തോ ആ ഫുഡ് വെച്ചേക്കുന്ന സ്ഥലത്തോ ഡ്രസ്സിങ് റൂമിലോ ബാത്റൂമിലോ വെച്ച് കഴിക്കാൻ പാടില്ല. ഓപ്പണായിട്ടുള്ള ഏരിയയിൽ ഓപ്പണായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ആരും കാണാതെ കണ്ണ് വെട്ടിച്ച് ആര്യനത് കഴിക്കണം. അതാണ് ആര്യൻ്റെ ടാസ്ക് മുന്നോട്ട് പോവുകയിൽ ചിലപ്പോൾ ആര്യന് സഹായികളെ ലഭിച്ചേക്കാൻ സാധ്യതയുണ്ടെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അപ്പോൾ എനിക്ക് അവരെ സഹായത്തിന് വിളിക്കാൻ പറ്റുമോ ബിഗ് ബോസ് എന്ന് ആര്യൻ ചോദിക്കുന്നത്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം എന്ന് ബിഗ് ബോസ് പറയുന്നു. ഫോണിലൂടെ ബിഗ് ബോസ് പറയുന്നതായിരിക്കും എന്ന് പറയുന്നു. ഇതൊന്നും ആരോടും പറയാൻ പാടില്ല, എല്ലാം രഹസ്യമായിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസിനോട് ആര്യൻ ചോദിക്കുന്നത് ഫോൺ സൈലൻ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പം വൈബ്രേഷൻ മൂഡിലാണെന്ന് ബിഗ് ബോസ് പറയുന്നു. ഫുഡ് മാത്രമേ ഉള്ളൂ എന്ന് ബിഗ് ബോസിനോട് ആര്യൻ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. എൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ആര്യൻ നിൽക്കേണ്ടത്. ഫോൺ അടിക്കുമ്പോൾ ആര്യൻ ആൻസർ ചെയ്യണമെന്ന് പറയുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ബിഗ് ബോസ് ആര്യനോട് പറയാണ്. എന്നിട്ട് ബിഗ് ബോസ് പറയാണ്, ഇത് പിടിക്കപ്പെട്ടാൽ ആര്യൻ എന്നെ അറിയത്തില്ല, എനിക്ക് ആര്യനെ അറിയത്തില്ല എന്ന്. ആര്യൻ ഇങ്ങനെ വല്ലാതെ നോക്കുക. നമ്മൾ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല, തന്ത്രപൂർവ്വം ആര്യൻ രക്ഷപ്പെട്ടോളൂ പിടിക്കപ്പെട്ടാലെന്ന് ബിഗ് ബോസ് പറയുന്നു. ഈ ഫോണിൽ സിം കാർഡ് ഉണ്ടോ ബിഗ് ബോസ് എന്ന് ആര്യൻ ചോദിക്കുന്നത്. ബിഗ് ബോസ് പറയുന്നു, ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് സംഭവിച്ചാൽ ഫോൺ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഏതെങ്കിലും ഒരു ക്യാമറയിൽ നോക്കി പറഞ്ഞാൽ മതി. വീട്ടിലുള്ള ആര്യനോട് ചോദിച്ചാലും എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചാൽ വെറുതെ വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ബിഗ് ബോസ് പറയുന്നു. ഇതൊരു 7ൻ്റെ പണിയാണല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ആര്യൻ പോകുന്നു. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരും. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും.